ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല കേട്ടോ. പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ അമ്മ ന്യൂസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു കേട്ടോ. അപ്പോൾ മോച്ചു അന്നാമ്മയൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. മോച്ചു ആണെങ്കിൽ വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കുകയാണ്. എൻ്റെ മോളാണെങ്കിൽ അവിടെ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ പാമ്പേഴ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഡ്രസ്സൊന്നും ഇടാത്തതുകൊണ്ടാണ് ഞാൻ അവളെ കാണിക്കാത്തത്. അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോൾ പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ മുള്ളൻചക്ക, മുള്ളാത്താന്ന് പറയും കേട്ടോ, അതിൻ്റെ മരമാണ് കേട്ടോ ഈ കാണുന്നു. പക്ഷെ ഇതൊക്കെ നമുക്ക് കിട്ടാതെ കേട് വന്ന് പോവാണ്, എന്താണെന്നറിയില്ല. കുറേ ഉണ്ടായി കിടക്കണ്ടായിരുന്നു, കുറേയൊക്കെ നിലത്ത് വീണ് ചീത്തയായി പോയിട്ടോ. അതേ ഇപ്പോൾ 2-3 ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മേളത്തെ നിലയിലേക്ക് കയറാൻ വേണ്ടി പോയപ്പോൾ അവിടെ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് ജനൽ തുറന്ന് എടുത്തതാട്ടോ ഈ വീഡിയോ. മേളിൽ തുണികളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു, അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ തുണിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിവിടെ വെച്ചിട്ട് എനിക്ക് കുളിക്കാൻ പോകണം. എന്നിട്ട് വേണം എനിക്ക് ഇതൊക്കെ ഒന്ന് മടക്കാൻ. അപ്പോൾ കുളിച്ചിട്ട് കാണാം കേട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി ഞാൻ മടക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോന്ന് മടക്കി വെച്ചില്ലെങ്കിൽ അന്നമോളും മോച്ചു വന്നു കഴിഞ്ഞാൽ ഒക്കെ പിടിച്ച് നിലത്തിടും. പിന്നെ അത് ചവിട്ടിക്കൂട്ടി ആകെ മെനക്കേടാക്കി വെക്കും കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ അലക്കേണ്ടി വരും, ഇരട്ടി പണിയല്ലേ. അപ്പോൾ അത് അവർ കാണാതെ വേഗം മടക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. കാരണം നമ്മളിത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ മടക്കാൻ പറ്റിയെന്ന് വരാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടേച്ച് പോണ സമയത്തൊക്കെ ഇവർ പിടിച്ച് വലിച്ച് നിലത്തൊക്കെ ഇട്ടിട്ട് തുണിയൊക്കെ ഇട്ട് ചവിട്ടി കൂട്ടണൊക്കെ കാണാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സങ്കടം വരാറുണ്ട് ആ സമയത്ത്. അടുക്കള ചെന്ന് നോക്കിയപ്പോൾ ചേട്ടായി അടുക്കളയിൽ ഇരുന്നുകൊണ്ട് പാസ്റ്റയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തോ പണി പാളിയെന്നാണ് തോന്നുന്നത്. ആളാണെങ്കിൽ വിയർത്ത് കുളിച്ചിരിക്കുന്നുണ്ട്. അന്നമോളോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അന്നമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അന്നമോൾ ഇങ്ങനെ ഓരോന്ന് പെറുക്കി തിന്നുണ്ടായിരുന്നു. അന്നമോള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ റയറായിട്ടാട്ടോ. ഇന്നെന്തോ പുള്ളിക്കാരത്തി കഴിച്ചിട്ടുണ്ട്, ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുക എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഡ്യൂട്ടി. അമ്മ കുളിക്കാൻ പോയേക്കാണ്. അമ്മ വന്നു കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ കയ്യോടെ ഏൽപ്പിക്കും കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഇവർ രണ്ടുപേരും തമ്മിൽ തല്ലൊന്നും ഉണ്ടാക്കിയില്ല. നല്ല പിള്ളേരായിട്ട് ആ സമയം ഫുള്ള് ഇരുന്നു കേട്ടോ. എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വായിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരെല്ലാവരും IPL ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ മാറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വായിക്കാൻ കയറിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബിസ്ക്കറ്റൊക്കെ പിള്ളേർ കാണാതെ എടുത്തുകൊണ്ട് വന്ന് കഴിക്കണതാട്ടേ കാണുന്നത്. അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നവും, എനിക്ക് കഴിക്കാൻ പറ്റില്ല. അവർക്കാണെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും അവർ കഴിച്ചില്ലെങ്കിലും എനിക്ക് കഴിക്കാമല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ കള്ളമൊക്കെ പറഞ്ഞ് അവരുടെ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് തിന്നാറാണ് പതിവ്. ഭാഗ്യത്തിന് ഇന്ന് അവരുണ്ടായില്ല. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു. ഇതെല്ലാ ദിവസവും ഞാനിരുന്ന് എഴുതും കേട്ടോ. ഈ ചെറിയ ബുക്കിൽ എൻ്റെ യൂട്യൂബിൽ ഇന്ന് ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര പേര് ലൈവിലുണ്ടായിരുന്നു, എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി, ഇനി എത്ര ഞാൻ അച്ചീവ് ചെയ്യണം, എന്താണ് എൻ്റെ ലക്ഷ്യം, അതിലേക്ക് അടുക്കാറായോ എന്നൊക്കെ എഴുതി വയ്ക്കും കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് ഫ്രൈനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ബീഫും വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണതാണ് കേട്ടോ ഇഷ്ടം. അതായത് ഒന്നല്ലെങ്കിൽ കുടുക്ക അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ്. അപ്പോൾ അത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തു കേട്ടോ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ചാറുകറി ഇല്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അന്നമോളെ ഉറക്കിയിട്ടുണ്ട്. ഇപ്പം അന്നമോള് നിലത്താട്ട കിടക്കണത്, ഞാനും നിലത്താണ് കിടക്കാറ്. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല കാറ്റും കിട്ടും, നല്ല സുഖമുണ്ട്. അന്നമോളാണെങ്കിൽ കണ്ടിന്യൂസ്ലി ഉറങ്ങിക്കോളും, എഴുന്നേക്കാറൊന്നുമില്ല കേട്ടോ ഇടയ്ക്കൊന്നും. അപ്പോൾ ഇത് തന്നെയാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. അന്നമോളുടെ കൂടെ നിലത്താണ് കിടക്കണേന്ന് പറഞ്ഞിട്ട് നീ എന്താണ് ഇപ്പോൾ ഇവിടെ കിടക്കണേന്നല്ലേ നിങ്ങൾ വിചാരിക്കണത്? ഇത് വീഡിയോയ്ക്ക് വേണ്ടി കിടക്കണതല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഉറക്കം വരെ, അതായത് ഒരു 1:30 വരെ ഞാൻ ഇവിടെ ആയിരിക്കും കിടക്കണത്. പക്ഷെ സത്യം പറയാലോ, ഇവിടെ കിടക്കുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയായിരിക്കും, ഒരു സ്വസ്ഥത ഉണ്ടാവാറില്ല കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇങ്ങനെ കിടക്കായിരിക്കും. എനിക്ക് ഇവിടെ കിടക്കുമ്പോൾ കൂട്ടുതേ ദിവനാണ് കേട്ടോ. ഇവനെ കെട്ടിപ്പിടിച്ചത് ഇങ്ങനെ ഒരു ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ ഉറക്കം കിട്ടാറില്ല. അറ്റ് ലാസ്റ്റ് ഒരു 1:30 ആകുമ്പോഴേക്കും അന്നമോളുടെ കൂടെ പോയി കിടക്കുമ്പോഴാണ് എനിക്കൊരു സ്വസ്ഥതയൊക്കെ കിട്ടാറ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.